അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മള് ഇന്നലെ പഴുത്ത ചക്കയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ചക്കക്കുരു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് അതിന്റെ ചക്കക്കുരു കൊടുന്നു. ചക്കക്കുരു മാങ്ങ ഇട്ട് കടുപ്പൊട്ടിക്കുക എന്ന് പറയില്ല, അപ്പൊ അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാനത് കുറച്ച് ചക്കക്കുരു നന്നാക്കിയിട്ട് നന്നാക്കി നോക്കുമ്പോൾ ഈ ആദ്യമൊക്കെ ഇതിൻ്റെ മേലത്തെ ഈ തോലും കളയണം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഏറ്റവും നല്ല തോല അതാണ്, അത് കളയാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മളത് കളഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ചക്കക്കുരു നല്ല കഴുകി അതിൽ ഒരു തക്കാളി ഒരു പച്ചമുളകും നുറുക്കിയിട്ടോ. പിന്നെ ഒരു മാങ്ങ വീട്ടിൽ നിന്ന് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മാങ്ങയാണ്, മാങ്ങ ഇട്ടിട്ടല്ലേ വെക്കണം. അപ്പൊ മാങ്ങ തോലൊന്നും ചെത്താതെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഇത് മാങ്ങി, പിന്നെ മുളകും പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും പിന്നെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായി കലക്കിയതിന് ശേഷം ഒരു 4 വിസിലടിപ്പിച്ചിട്ടോ. അങ്ങനെ 4 വിസിൽ അടുപ്പിച്ചതിൻ്റെ ശേഷം നമ്മളെ കുക്കർ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കർ തുറന്ന് നോക്കി നോക്കുമ്പോൾ അതിലൊക്കെ വെന്തുടഞ്ഞ് മാങ്ങയുടെ തോലൊക്കെ വേറെ ആയിട്ട് ആകെ വെന്ത് നല്ല പൊടിയിലെ ചക്കക്കുരുവാണ് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ അത് നല്ല വെന്തുടഞ്ഞതിൻ്റെ ശേഷം നമ്മളൊരു അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. നമ്മൾ വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല, നമ്മൾ വേപ്പില ഇടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.